ഇന്നലെ ചുമ്മാ എക്സ് എടുത്ത് നോക്കിയപ്പോഴേ അതിൽ അംബാനി എന്നുള്ള വാക്ക് ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്നു ഇന്ത്യയിൽ. അപ്പോൾ എന്താ ഇപ്പോൾ അംബാനിക്ക് പറ്റിയത് കൊണ്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഓരോ പോസ്റ്റുകൾ. അംബാനി ഇന്ത്യനെ ചതിച്ചു, മോദിനെ അംബാനി പറഞ്ഞ് പറ്റിച്ചു എന്നൊക്കെയാണ് പോസ്റ്റ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വല്ല കോൺഗ്രസ്സുകാരുടെ എന്തെങ്കിലും സ്ഥിരം പരിപാടിയായിരിക്കുമോ എന്ന് നോക്കിയപ്പോൾ അല്ല, ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതാ BJPൻ്റെ IT സെല്ലുള്ളവരും BJPൻ്റെ മെയിൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള റൈറ്റ് വിങ്ങിൻ്റെ ആൾക്കാരാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കുടുംബ പ്രശ്നമായിരിക്കുമോ എന്ന് നോക്കിയപ്പോൾ അതുമല്ല, ഇത് കുറച്ച് കാര്യം സീരിയസ് ആണ്. ജിയോ പൊളിറ്റിക്കൽ ഡിപ്ലോമസിയൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ORF എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയുണ്ട്. ഇത് ബേസിക്കലി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോബിസ്റ്റാണ്, പ്രൈവറ്റ് ഡിപ്ലോമസി. അതായത് ഇവർക്ക് കുറേ ഓഫീസും കണക്ഷൻസൊക്കെ പല രാജ്യത്തും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇവർ ഇന്ത്യയെ സഹായിക്കും. അതുപോലെ പല ഈ പോളിസി മേക്കിങ്ങിലും ഡിപ്ലോമസി കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന ഒരു ഏജൻസിയാണിത്. ഇവരുടെ അമേരിക്കൻ ഓഫീസ് ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? ജയശങ്കർ ഉണ്ടല്ലോ, ലേസറൈസ്, പുള്ളിയുടെ മകനാണ് ORFൻ്റെ അമേരിക്കൻ ഓഫീസ് ഹാൻഡിൽ ചെയ്യുന്നത്. ORFൻ്റെ മെയിൻ ഫണ്ട് ആരാണ്? റിലയൻസ്, അംബാനിയാണ് ഇവരുടെ മെയിൻ ഫണ്ടർ. 95% ഫണ്ടിങ് നേരത്തെ ORFൻ്റെ അംബാനിയായിരുന്നു. ഇപ്പോൾ അത് 65% ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക്കലി സംഭവം. ലോബിയിങ് ആണ് മെയിൻ പരിപാടി. നമ്മൾ അമേരിക്കയിലൊക്കെ കണ്ടിട്ടില്ല, അതുപോലത്തെ ലോബിയിങ് ആണ് പരിപാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രോഹൻ ദുവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജേർണലിസ്റ്റ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സംഭവം ഇപ്പോൾ കുറച്ച് പേർക്ക് സംസാരിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ORF ഉണ്ടല്ലോ, ഇവർ ഒരു പ്രൈവറ്റ് ഒരു ഗവൺമെൻറ് പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതായത് ഇവരുടെ കുറച്ച് അജണ്ടയുണ്ട്. അത് ഇവർ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ ഇന്ത്യനെ സെക്കൻഡറി ആക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം. ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഇപ്പോൾ ഈ ഒരു ഫോറിൻ ഡിപ്ലോമസിയൊക്കെ തകരാൻ കാരണം ഇവരുടെ കുറച്ച് ഇടപെടലാണെന്നും കഴിഞ്ഞ 8 മാസമായിട്ട് ഇതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഈ ഡൽഹി ഉള്ള സ്ഥലത്ത് അവിടുത്തെ ഈ ഡിപ്ലോമസി ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് എന്നും അതിപ്പോൾ പുള്ളി പുറത്ത് വിട്ടതാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അതുപോലെ ഈ മിലിറ്ററിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും മറ്റതൊക്കെ ഇവർ മുതലാക്കുന്നുണ്ട്. ഈ മിലിറ്ററിയുടെ ഇടയിലുള്ള ഇതൊക്കെ വെച്ചിട്ട് അവർ അതിൻ്റെ ഇടയിലും കുറേ കളി കളിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ രോഹൻ ദുവ വന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടോ എന്തോ ആണ് ഈ BJPയുടെ ആൾക്കാരും ബാക്കിയുള്ളവരൊക്കെ ഈ അംബാനി ഫണ്ട് ചെയ്തിട്ടാണല്ലോ ORF ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അംബാനി നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഇന്നലെ ഇട്ടത്. അപ്പോൾ അതാണ് സംഭവം. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ന്യൂസ് മീഡിയ ഒന്നും ഇത് കേട്ടിട്ട് പോലും ഇല്ല. ഓപ്പോസിഷനും ഇത് രാഹുൽ ഗാന്ധി ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ മൊത്തത്തിൽ അറിഞ്ഞിട്ടില്ല, കുറച്ച് പേര് മാത്രം അറിഞ്ഞ്. എക്സിൽ കുറച്ച് പേര് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതാണ് കാര്യം.